എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല സ്പൈസിയും ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള ഡയമണ്ട് കട്ട്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കിത് ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കാൻ പറ്റും. എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും കേടാകാതെ ഇരിക്കും. ഇതിനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് കൂട്ടിലേക്ക് ചേർക്കാനുള്ളതാണ്. 4 വറ്റൽമുളകും 10 അല്ലി വെളുത്തുള്ളിയുമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. വറ്റൽമുളകും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനുവേണ്ടി വറ്റൽമുളക് നേരത്തെ തന്നെ കുറച്ച് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി ഇട്ട് വെച്ചിട്ടുണ്ട്. 2 ചേരുവകളും മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വറ്റൽമുളകിൻ്റെ കുതിർത്ത വെള്ളം വേണമെങ്കിൽ എടുക്കാം. ഞാൻ എരിവ് കൂടണ്ടെന്ന് വിചാരിച്ച് അതൊഴിവാക്കി സാധാരണ വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഒരുവിധം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരകല്ലുള്ളവർ അരകല്ലിൽ അരയ്ക്കുകയാണെങ്കിൽ ഇത് മുഴുവൻ നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. 2 കപ്പ് മൈദയാണ് ഡയമണ്ട് കട്ട്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിന് പകരമായിട്ട് ഗോതമ്പ് പൊടിയും ഉപയോഗിക്കാം. 2 കപ്പ് മൈദ കുഴയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ട് കിട്ടും. ഇതിനി നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യാം. ഈ സമയത്ത് അരച്ച കൂട്ടും ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടും. ഞാനിതൊന്ന് വെള്ളത്തിൽ കലക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വളരെ കുറച്ചളവായതുകൊണ്ട് മിക്സിയിൽ ശരിക്ക് അരഞ്ഞു കിട്ടിയില്ല. അതുകൊണ്ട് വെള്ളത്തിലൊന്ന് കലക്കിയതിന് ശേഷം ഒന്ന് അരിച്ചാണ് എടുക്കുന്നത്. 2 കപ്പ് മൈദയ്ക്ക് 3/4 കപ്പിൽ താഴെ വെള്ളം ആവശ്യമുള്ളൂ. ഇത് നന്നായിട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കണം. ഇതിലേക്ക് അയമോദകമോ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതോ ചേർത്ത് കൊടുത്താൽ ഒരു നല്ല ടേസ്റ്റ് കടിക്കുമ്പോൾ കിട്ടും. വെളുത്തുള്ളിയും വറ്റൽമുളകും ചേരുമ്പോൾ തന്നെ ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതുകൊണ്ട് ഇതിലേക്ക് വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന ഉരുളകളേക്കാൾ കുറച്ചും കൂടെ ചെറിയ ഉരുളകളായിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. 2 ഉരുളകൾ ഒന്നിച്ച് വെച്ച് പരത്തിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് ചെറിയ ഉരുളകളാക്കി എടുക്കുന്നത്. ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ 2 ഉരുളകളെടുത്ത് ഇതുപോലെ പരത്തിയെടുക്കണം. 2 ഉരുളകൾ ഏകദേശം ഒരേ വലുപ്പത്തിലിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ ഒന്നിച്ച് വെച്ച് പരത്തിയെടുക്കണം. പരത്തിയതിന് മുകളിലായിട്ട് കുറച്ച് മൈദ ഇതുപോലെ ഇട്ടതിന് ശേഷം നേരത്തെ പരത്തി വെച്ചതും കൂടെ ഇതിന് മുകളിലായിട്ട് ഇതുപോലെ വെച്ച് നന്നായിട്ട് എത്ര തിന്നായിട്ട് പരത്താവോ അത്രയും തിന്നായിട്ട് പരത്തിയെടുക്കുക. ഇതുപോലെ 2 എണ്ണം ഒന്നിച്ച് വെച്ച് പരത്തുമ്പോൾ വളരെ കനം കുറഞ്ഞ 2 ലെയറായിട്ട് പരത്തിയെടുക്കാൻ നമുക്ക് പറ്റും. ഇപ്പോൾ ഡയമണ്ട് കട്ട്സിൻ്റെ കൂട്ട് മാക്സിമം കനം കുറച്ച് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അറ്റമൊക്കെ ചിലപ്പോൾ കട്ടിയായിട്ട് വന്നിട്ടുണ്ടാവും. അതൊന്ന് മുറിച്ച് മാറ്റാം. കുറച്ച് ഭാഗം കട്ടിയായിട്ട് വന്നതൊന്ന് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് സാധാരണ നമ്മൾ ചിപ്സ് ഉണ്ടാക്കുന്ന ആ ഒരു വലിപ്പത്തിൽ ഇതുപോലെ മുറിച്ചെടുക്കാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷമോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ചൂടായ എണ്ണയിലേക്കിട്ടോ വറുത്ത് കോരിയെടുക്കാം. വളരെ പെട്ടെന്ന് ഇത് റെഡിയായിട്ട് കിട്ടും. ഒരു സെറ്റ് പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. നല്ല പ്രാക്ടീസ് ഉള്ളവർക്ക് ഇത് നേരെ എണ്ണയിലേക്കിട്ട് വറുത്ത് കോരിയെടുക്കാം. എണ്ണയിൽ വറന്നു വരുന്ന സമയത്ത് ബാക്കിയുള്ളത് ഇതുപോലെ പരത്തിയെടുത്ത് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഉരുട്ടി വെച്ചിരിക്കുന്ന എല്ലാ ബോളുകളും ഇതുപോലെ തന്നെ പരത്തിയെടുത്ത് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന വെളുത്തുള്ളിയുടെയും മുളകിൻ്റെയും അളവ് കറക്റ്റാണ്. ഇതിലും ഒട്ടും കുറവ് എടുക്കരുത്. കൂടുതൽ എടുത്താലും കുഴപ്പമില്ല. ഇത്രയും അളവിലെങ്കിലും മുളകും വെളുത്തുള്ളിയും എടുത്താലേ നല്ല ടേസ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഈ മുറിച്ച് വെച്ചിരിക്കുന്ന ഡയമണ്ട് കട്ട്സ് ഇട്ട് കൊടുക്കാം. ഇത് ഒട്ടിപ്പിടിക്കുമെന്ന് പേടിക്കുകയൊന്നും വേണ്ട. എണ്ണയിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ഇതെല്ലാം വിട്ട് വന്നോളും. ഡയമണ്ട് കട്ട്സ് മുറിച്ച് വെച്ചിരുന്നത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ എണ്ണയ്ക്ക് കണക്കായിട്ടുള്ള അളവിലാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും. ഇത് കളർ മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് വരും. നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് പാകം മനസ്സിലാകും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. നിങ്ങളിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഈ ഡയമണ്ട് കട്ട്സിന്. വറുത്തെടുക്കുന്നതിന് അധികം എണ്ണയും സമയവും ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം.
ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരും. അതും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കിയെങ്കിൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.